രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി. ദുഷികളെല്ലാം തീരാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. പ്രാണപ്രിയന്റെ പൊന്നോ മുഖത്തെ തേജസ്സോടെ നാം കാണാൻ കാലമായി. തേജസ്സോടെ നാം കാണാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അനുദിന വചനം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7-ാം തിരുവചനം. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 17 verse 7. Blessed is the man that trusts in the Lord and whose hope the Lord is. കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവ് തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരിശുദ്ധാത്മാവ് ദൈവമേ, ഈ തിരുവചന ഭാഗം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചു തരണമേ. അവിടെ ഞങ്ങളെ പഠിപ്പിക്കണമേ. അപ്രകാരം ചെയ്യുന്നതിനായി നന്ദിയപ്പ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മനുഷ്യാശ്രയത്തെക്കാൾ ദൈവാശ്രയം നല്ലതാണ്, ഇല്ലയോ? എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കർത്താവായ യേശു മരിച്ചപ്പോൾ കൂടെ നടന്ന ശിഷ്യന്മാർ പതറിപ്പോയി. എന്തെന്നില്ലാത്ത ഭയം അവരെ പിടികൂടി. അപ്പോസ്തലപ്രവൃത്തി 1-2-3 വാക്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. വിശ്വാസ ജീവിതത്തിൽ ഭയന്ന് വിറച്ചിരിക്കുന്ന, വല്ലാത്ത അസ്വസ്ഥതയോടെ പോയിക്കൊണ്ടിരിക്കുന്ന അനേകരുണ്ട്. എന്നാൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളെ ബലപ്പെടുത്തുന്നത് ഉദ്ധിതനായ ക്രിസ്തുവാണ്. മാത്രമല്ല, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു എന്നും ശിഷ്യന്മാരോ ഏറിയ നാൾ കഴിയും മുൻപ് പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കുമെന്നും പറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ സ്നാനം ലഭിച്ചാൽ അവർ ശക്തി പ്രാപിച്ച് യെരൂശലേമിലും യഹൂദ്യയിലും എല്ലായിടത്തും ശമരിയായിലും ഭൂമിയുടെ അറ്റത്തോളം യേശുവിന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അതിനുശേഷം അവർ കാൺകെ യേശു ആരോഹണം ചെയ്തു. ഈ അപ്പോസ്തല പ്രവൃത്തി ഇന്നും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചാൽ പിന്നെ ഒരുത്തിന് അവൻ ഇരിക്കുന്ന ഇടത്ത് ഇരിക്കാൻ പറ്റില്ല. He has to go out and preach the good news. അവരെല്ലാവരും യെരൂശലേമിലേക്ക് മടങ്ങി വരികയും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് 120 പേരടങ്ങുന്ന സംഘം മാളിക മുകളിൽ ഒരുമിച്ച് കൂടുകയും ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. പെന്തക്കോസ്ത് നാളിൽ അവർ കൂടി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ വരികയും അവർ ശക്തരാകുകയും ചെയ്തു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സഭയുടെ ഉദ്ഘാടനമാണ് അന്ന് നടന്നത്. അല്ലാതെ ഇപ്പോൾ ചിലർ പഠിപ്പിക്കുന്നത് പോലെ ഇന്ന സഭയാണ് കർത്താവ് സ്ഥാപിച്ചെന്നല്ല. ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നാം പ്രാപിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തി
ഇല്ലാത്തത് കൊണ്ടാണ് ഞെരിക്കുന്ന പല അനുഭവങ്ങൾ വരുമ്പോൾ പതറി ഓടി ചിതറിപ്പോകുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചതിന് ശേഷം ഭീരുക്കളായ ശിഷ്യന്മാരെ അല്ല നാം കാണുന്നത്. യേശുവിനു വേണ്ടി പ്രാണത്യാഗം ചെയ്യുന്ന ശിഷ്യന്മാരെയാണ്. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമ്മളുടെ മേൽ പകർന്നിരിക്കുന്നത്. ആ ഒരു ആത്മനിറവ് അനുഭവിക്കുന്നുണ്ടോ? പത്രോസ് അന്ന് ധീരതയോടെ നടത്തിയ പ്രസംഗത്തിൽ 3000 പേരാണ് രക്ഷിക്കപ്പെട്ടത്. ഈ കാലഘട്ടത്തിലെ പ്രസംഗം കേട്ടുകഴിഞ്ഞാൽ സ്തോത്രം, രക്ഷിക്കപ്പെട്ടവരെല്ലാം അയ്യോ എന്നും പറഞ്ഞ് ഇറങ്ങി ഓടുന്ന അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് പ്രസംഗിച്ചാൽ അപ്രകാരം സംഭവിക്കും. എന്നാൽ ദൈവാത്മാവിനാൽ നിറയപ്പെട്ടാണ് ഒരുവൻ ദൈവവചനം പ്രഘോഷിക്കുന്നെങ്കിൽ അത് കേൾക്കുന്നവർക്ക് ഹൃദയത്തിൽ കുത്തു ഉണ്ടാക്കും. ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നവൻ മാനസാന്തരപ്പെടും. മാനസാന്തരപ്പെടുന്നവൻ കർത്താവിൻ്റെ കൽപ്പന ഏറ്റെടുത്ത് ആദ്യം ചെയ്യുന്നത് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേരും. അപ്പോൾ ഉന്നതത്തിലുള്ള ശക്തി പ്രാപിച്ച് പ്രസംഗിച്ചാൽ മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. ഈ അത്യന്ത ശക്തി വ്യാപരിച്ചപ്പോൾ വഴിവെക്കിലെ മുടന്തനെ സൗഖ്യമാക്കുകയും അവൻ ചാടുകയും തുള്ളുകയും ചെയ്തു. അതുകൊണ്ട് ഈ അത്യന്ത ശക്തി വ്യാപരിച്ചപ്പോൾ വഴിവെക്കിലെ മുടന്തനെ സൗഖ്യമാക്കുകയും അവൻ ചാടുകയും തുള്ളുകയും ചെയ്തു. ഇത് കണ്ട് വിശ്വസിക്കുന്നവരുടെ എണ്ണം 5000 പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സദൂക്യരും അവരെ പിടിച്ച് അവരുടെ മുൻപിൽ നിർത്തി അവരുടെ പ്രവൃത്തിയെ ചോദ്യം ചെയ്തു. എന്നാൽ പത്രോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അവരോട് സംസാരിച്ചു. അവരുടെ ശക്തി കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു. യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് അവരെ വിലക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ആത്മാവിൻ്റെ നിറവെന്തെന്നറിയാത്ത മത പുരോഹിതന്മാർ ഇന്നും പെന്തക്കോസ് അനുഭവത്തിൽ മക്കൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ അത്ര സുഖിക്കത്തില്ല. ഒന്നുകിൽ പള്ളിയിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഈ ഒരു പ്രവൃത്തി ആർക്കും തടയിടാൻ പറ്റില്ല. കാരണം പരിശുദ്ധാത്മാവാകുന്ന ദൈവം ആരുടെയും കുത്തകയല്ലെന്നേ. യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് അവരെ വിലക്കുകയും ചെയ്തു. അവരാ വിലക്ക് ഏറ്റെടുത്തോ? ഇല്ല. ആ വിലക്ക് ഇന്ന് പലയിടങ്ങളിലും ഉണ്ടെങ്കിലും വിലക്കും തോറും കർത്താവിൻ്റെ നാമം ഉയർന്നുകൊണ്ടേയിരിക്കും. കാരണം ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാണ്. അവരോ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ഒരുമനപ്പെട്ട ദാവീദിന്റെ പ്രവചന ശബ്ദം പറഞ്ഞ് നിലവിളിച്ച് ഇങ്ങനെ പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 4:25-26 ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായെന്ന് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഈ പ്രവചനം ഇപ്പോൾ നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡനമേൽക്കുന്നത് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നതും കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നതും സുവിശേഷം അറിയിക്കുന്നവർക്കുമാണ്. ദൈവത്തിൽ ആശ്രയിച്ച് നിലവിളിക്കുമ്പോൾ അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി. അവർ വീണ്ടും പരിശുദ്ധാത്മാവിനാൽ പുതുക്കം പ്രാപിച്ച് ശക്തീകരിക്കപ്പെട്ടു. അവർ കൂടുതൽ ശക്തിയോടെ ജീവനെ ഛേദമെന്നെണ്ണി യേശുവിനെ പ്രസംഗിച്ചു. അതാണ് വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തിൽ നാം കാണുന്നത്. ക്രിസ്തുവിനെ നേടേണ്ടതിന് താൻ ശ്രേഷ്ഠമെന്ന് എണ്ണിയത് എല്ലാം ചപ്പും ചവറുമായി എണ്ണി. ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് എന്തിനായി ഇറങ്ങിയോ ആ ലക്ഷ്യത്തോടെ തൻ്റെ ഓട്ടം പൂർത്തീകരിച്ചു. സ്തോത്രം. ഇന്ന് പലരും കർത്താവിൻ്റെ വേലയാണെന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് ശരിയായിട്ടുള്ള വേല ചെയ്യാനല്ല, വേലത്തരം കാണിക്കാനാണ്. അപ്രകാരം ഒരു ദുഷ്ടശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ഓർത്തോളണം, കർത്താവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് കലഹത്തിൻ്റെ പ്രവൃത്തിയല്ല. സങ്കീർത്തനങ്ങൾ 37:3-5 വരെയുള്ള തിരുവചനങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ തിരുവചന ഭാഗം അടിവരയിട്ട് ഹൃദയത്തിൽ ഒന്ന് സീൽ ചെയ്ത് വയ്ക്കുക. ദൈവത്തിന്റെ വചനം വീണ്ടും പറയണം: കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചില്ലെങ്കിൽ ഫലമണിയുമോ? കർത്താവ് ചോദിക്കുകയാണ്. യോഹന്നാൻ 15:4-5 വാക്യങ്ങൾ. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടില്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. സ്തോത്രം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും.
എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കർത്താവിനെ പിരിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പരിശ്രമിക്കുമ്പോഴാണ് സഭയുടെ അകത്തടി, കുടുംബത്തിൻ്റെ അകത്തടി, ദേശത്തടി, എല്ലാവരും ഒരുമിച്ച് ഒരു കൂട്ടയടി. അതല്ലേ ഇപ്പം സംഭവിക്കുന്നേ. സ്തോത്രം. നീ സഭയിൽ വന്നത് അടിയുണ്ടാക്കാനോ അതോ ആ ദുഷ്ടൻ്റെ പ്രവൃത്തിയെ സഭയിൽ നിന്നും ശാസിച്ച് പുറത്താക്കാനോ? സ്തോത്രം. ഇപ്പോഴത്തെ വിശ്വാസികളെ ലൂസിഫറിന് പോലും പേടിയാ. ലോകത്തിൽ ആരൊക്കെ കൂടെ ഉണ്ടായാലും, ശ്രദ്ധിക്കണമേ, ലോകത്തിൽ ആരൊക്കെ കൂടെ ഉണ്ടായാലും നിക്ഷേപങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും ദൈവത്തെ കൂടാതെ നമുക്കൊന്നിനും കഴിയുകയില്ല. ഈ ഭൂമിയിലെ ഭാഗ്യവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ്. ഹല്ലേലൂയ. അതാണ് കുറിവാക്യമായിട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകിയത്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അത്തരത്തിലുള്ള ഒരു ഭാഗ്യവാനാണോ, ഭാഗ്യവതിയാണോ? നാം മറ്റുള്ളവരിൽ ആശ്രയം കണ്ടെത്തിയാൽ ദൈവം ചില കഷ്ടങ്ങളിലൂടെ നമ്മെ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കും. ദൈവം നമ്മുടെ കംഫർട്ട് സോണുകളെ ഒന്ന് തകർക്കും. കഴുകൻ കുഞ്ഞിനെ തൻ്റെ തള്ളക്കഴുകൻ കൂട്ടിൽ നിന്ന് തള്ളിയിട്ട് പറപ്പിക്കാൻ പഠിപ്പിക്കുന്നത് പോലെ ദൈവം നമ്മെ ചിലത് പഠിപ്പിക്കും, ചില സ്ഥലങ്ങളിൽ തള്ളിയിടും. സ്തോത്രം. ഈ തള്ള ചവിട്ടിയ പിള്ളക്ക് കുഴപ്പമില്ലെന്ന് കേട്ടിട്ടില്ലേ? ഇപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ യു വിൽ റിസീവ് സംതിങ് ദാറ്റ് മച്ച് ബെറ്റർ ദാൻ എവർ ബിഫോർ. ദൈവം ഒരു വലിയ പദ്ധതിക്കായി മോശയെ കൊട്ടാരവാസത്തിൽ നിന്ന് പുറത്തിറക്കി അപ്പൻ്റെ മാറിൽ ചാരിയിരിക്കാൻ ഭൗതികമായ ആശ്രയസ്ഥാനങ്ങളെ തമ്പുരാൻ ഉടയ്ക്കും. അതിനാൽ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവകൽപ്പനകളെ അനുസരിക്കുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. എബ്രഹാമിൻ്റെ ദൈവാശ്രയം മൂലം അവന് മകനെ തിരികെ ലഭിച്ചു. തീയിലിടപ്പെട്ട ശത്രുക്ക് മേശക് അബേദ്നെഗോ എന്നിവർ ദൈവത്തിൽ ആശ്രയിച്ചതിൻ്റെ ഫലമായി നാലാമനായി ദൂതൻ ഇറങ്ങി. ദൈവത്തെ കൂടാതെ നാം ഒന്നുമല്ല. ദൈവത്തെ കൂടാതെ നമുക്കൊന്നും സാധ്യവുമല്ല. ദൈവാശ്രയം മുറുകെ പിടിച്ച് പ്രതിസന്ധികളോട് പോരാടാം. സദൃശവാക്യങ്ങൾ 3:5-6 തിരുവചനം ശ്രദ്ധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും കർത്താവിനെ നനച്ചുകൊള്ളുക. അവിടുന്ന് നിന്റെ പാതകളെ നേരെ ആക്കും. ഇന്നത്തെ ദിവസം നമുക്ക് ആവശ്യമായ സ്വർഗീയ മന്ന പരിശുദ്ധാത്മാവ് വിളമ്പിത്തന്ന് അത് വീണ്ടും ഒന്നുകൂടി ആവർത്തിച്ച് കേട്ട് ഹൃദയത്തിലൊരു തീരുമാനമെടുക്കുക. പ്രാർത്ഥിക്കാം. നിത്യന പരിസരമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ ആകർഷിച്ച് അടുപ്പിച്ചതിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലെ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു പരിപാലിച്ച് അവിടുത്തെ പ്രാകാരങ്ങളിൽ കടന്നു വരുവാൻ വീണ്ടും ഞങ്ങളെ കൂട്ടിവരുത്തിയതിനായി നന്ദി പറയുന്നു. തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധരെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ചേർന്ന് നിങ്ങൾക്ക് കൂട്ടായ്മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു അനുഗ്രഹമായി ഞങ്ങളിലൂടെ അനേകരനുഗ്രഹം പ്രാപിക്കുവാൻ ആത്മാവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുറമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ക്ഷയിക്കുന്നെങ്കിലും അകമേയുള്ള മനുഷ്യനെ പുഷ്ടിപ്പെടുത്തുന്നതിനായി, സൗഖ്യം കൊടുത്ത് ബലപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്നു. ഈ സമയത്ത് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും, രോഗികളായിട്ടുള്ള മക്കൾക്ക് പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം വിടുതലും ഇപ്പോൾ തന്നെ കൊടുത്തിരിക്കുക. സ്തോത്രം. അവിടുന്ന് അപ്രകാരം ചെയ്തിരിക്കുക. സ്തോത്രം. ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. ഇന്നത്തെ ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു. അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും മേഘസ്തംഭം അഗ്നിത്തോണായി തിരുസാന്നിധ്യം കൂടെയിരുന്ന് ഞങ്ങളെ മാനിക്കുന്നതിനായി, കരുതുന്നതിനായി, സ്നേഹിക്കുന്നതിനായി നന്ദി. പ്രാർത്ഥനയാചനം കേട്ടിരിക്കുക. സ്തോത്രപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരുങ്ങി നിന്നോ തന്നോടുകൂടെ മണിയറയിൽ വാഴാൻ കാലമായി, മണിയറയിൽ വാഴാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളായി. കാഹളധ്വനി കേൾക്കും മാത്രയിൽ മറുരൂപമായി പറന്നിടറായി, മറുരൂപമായി പറന്നിടറായി. രാജാധിരാജൻ
മഹിമയോടെ വാനമേഘത്തിൽ കിഴന്നള്ളാറായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ കിഴന്നള്ളാറായി